ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കടലിൽ വന്നിരിക്കുക. അതപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് കേട്ടോ. ലൈറ്റ് ഹൗസ് ആ ഭാഗത്താ. ഇവിടെ നമ്മളിനി സ്ലിംഗ് ഷോട്ടിൽ മീനെ അടിക്കാൻ പോവാം. വലുതാണോ ചെറുതാണോ ഒത്തിരി എണ്ണം ഇങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഏതാ കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ കിട്ടുന്നതിനെയൊക്കെ നമ്മളിനി പിടിക്കും കേട്ടോ. അപ്പോൾ വലുതാണോ ചെറുതാണോ നോക്കത്തില്ല. കടലിലില്ലേ കുഴപ്പമില്ലല്ലോ കേട്ടോ. ബാക്കിൽ കാണുന്ന കടൽ കേട്ടോ. ഇനി നമ്മൾ ഇവിടുത്തെ പരിപാടിയാണ്. എൻ്റെ കൂടെ അല്ലേ വേറെ ബ്രോ ഉണ്ട്. ആ ബ്രോ പറഞ്ഞിരിക്കുന്നത് ബ്രോ എപ്പോഴേ വീഡിയോ കാണിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ എപ്പോഴേ കാണിക്കുന്നില്ല. പിന്നെ ഒരു ദിവസം കാണിച്ചിട്ട് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് മീനിൻ്റെ പരിപാടിയിലോട്ട് പോവാം കേട്ടോ. അടിപൊളി ഒരു കളർ സൈസുള്ള മീനൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളതിനെ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലായിടത്തും കിടപ്പുണ്ട്. അത് എന്തൊരു മീനാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളതിനെ ഒരു മീനെ കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഓളം കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉല്ലു മീനാണെന്നും പറഞ്ഞുകൊണ്ട് അടിക്കുന്നതാണ് കേട്ടോ. പക്ഷെ അതൊരു ചെറിയ മീനായിപ്പോയി. കുഴപ്പമില്ല, കടലിലെ മീനല്ലയോ. അപ്പോൾ അവിടെ എല്ലാം പിടിച്ച മീനെല്ലാം ഇവിടെ എല്ലാം ചത്തു പൊങ്ങിയൊക്കെ കിടക്കുക. നമ്മൾ ലാസ്റ്റ് ഷൂട്ടിൽ തന്നെ നമുക്ക് അടിപൊളി ഒരു മീനെ കിട്ടി. ഹാൻഡ് മെയ്ഡ് ഡാർട്ട് വെച്ച് നമ്മൾ അടിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നോർമൽ ഡാർട്ടൊക്കെ റിട്ടേൺ ലോക്കുള്ളതൊക്കെ നമ്മൾ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ നമ്മൾ വലിച്ചെടുക്കുന്ന വഴിക്ക് ആ പാർക്കലിലൊക്കെ ഉടക്കി പോയി കഴിഞ്ഞാൽ പോവും. അതുകൊണ്ട് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് വെച്ചാണ് നമ്മളതിനെ എയിം ചെയ്തത് കേട്ടോ. അത് സൂപ്പറായിട്ട് അത് പോകുന്നത് കേട്ടോ. പക്ഷേ പറ്റിപ്പോയി ഇതിനകത്തുനിന്ന് 2-3 മീനെ ഞാൻ എയിം ചെയ്ത് പിടിച്ചതായിരുന്നു. പക്ഷേ അത് എൻ്റെ നേരത്തെ വാഹ ഷൂട്ടിനകത്ത് കിടന്നുകൊണ്ട് ഞാൻ ആ വാഹ പിടിക്കുന്ന എല്ലാം കൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ 2 പിടിക്കുന്നത് അതും ആ 2 മീനും അങ്ങ് ഡിലീറ്റ് ആയി പോയി. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ ഒറ്റ വീഡിയോയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റ് ഒരു വാളയെ കാണിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന ഒരു ബ്രോ ഒരു വാളെ കൈ കൊണ്ടെടുത്ത് എടുത്തിടുന്നതെന്ന് നമ്മൾ വീഡിയോ കിട്ടിയിട്ടില്ല. ഞാൻ ഈ സാധനമെല്ലാം സെറ്റ് ചെയ്ത സമയത്ത് പുള്ളിക്കാരെ എടുത്തിട്ടിട്ട് എന്നെ വിളിച്ചത്. അങ്ങനെ നമ്മൾ ചെന്ന് അതിനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് കണ്ടു പോകാം. ഇതിനെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ മീനിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ. നല്ല അടിപൊളി ഒരു മീനാണ്. നമ്മൾ വെള്ളത്തിൻ്റെ അടി വെച്ച് കണ്ടുകൊണ്ട് അതിൻ്റെ ഉല്ലു മീൻ നിൽക്കുന്നിടത്തൊക്കെ നിന്നതില്ല. ഓളം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ വയ്യ അത് ചെറുതാണോ വലുതാണോ. ആ വലുതാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചതാണ്. പക്ഷേ നമ്മളെ സാധാ ഓളമില്ലാത്ത വെള്ളത്തിലേക്ക് അടിക്കുന്ന കണക്കല്ല കേട്ടോ. ഒരു ശകലവും കൂടെ നമ്മൾ എയിമിങ് പഠിക്കുന്ന, അല്ലാതെ ഈ കടലിൻ്റെ അകത്തൊക്കെ ഫിഷിങ്ങിന് പോകുമ്പോൾ. കാരണം അതിനകത്തൊക്കെ ഒന്ന് മീൻ അടിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രസമാണ് കടലിലൊക്കെ ഫിഷിങ്ങിന് പോകുമ്പോൾ. ഞാൻ നല്ലപ്പോഴാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ രീതി അറിയത്തില്ല. അപ്പോൾ ലാസ്റ്റ് മീനായിരുന്നു അത്. പിന്നെ നമ്മളവിടെയുള്ള സീനറിയും ഇതൊക്കെ നല്ല കാണാനുള്ള രസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്ലിംഗ് ഷോട്ടിൻ്റെ എയിമിങ്ങൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്ന്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പഠിപ്പിക്കാം. എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ. ഈ മീനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതെല്ലാം തിര കയറി വന്നപ്പോഴെങ്ങാണ്ട് ഇയാൾ കൂടെ കയറി വന്നതാണ്. എൻ്റെ കൂടെ വന്ന കക്ഷി എടുത്ത് കഴിഞ്ഞാൽ കരക്കെടുത്തിട്ട് കൈ കൊണ്ട് ഓരി എടുത്ത് കഴിഞ്ഞാൽ കരക്കിട്ട്. പിന്നെ ഞാനതിനെ എടുത്ത് പല്ല് കണ്ട് പേടിച്ചുകൊണ്ടാണ് ചേട്ടാ പെട്ടെന്ന് കൈ എടുത്ത് മാറ്റി. ഏട്ടാ അടിപൊളി ഒരു വാളയാണ്. എൻ്റെ പല്ലിരിക്കുന്ന നോക്കല്ലോ. പിന്നെ എൻ്റെ ഈ പുള്ളിക്കാരനാണ് കേട്ടോ. കണ്ടോ, ഈ പുള്ളിക്കാരനെ ഒന്നും കാണിക്കില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ നിൽക്കാഞ്ഞ്. കേട്ടോ, പുള്ളിക്കാരൻ ക്യാമറയുടെ മുമ്പ് എൻ്റെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്, പിടിയേരായിരിക്കാൻ വേണ്ടി. ഞാൻ കാണാം ഇടയ്ക്ക്. അപ്പം ഒരു ബ്രോൻ്റെ അടുത്ത് ചോദിച്ച് എയിമിങ്ങൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, ഒന്ന് പഠിപ്പിക്കുമോ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം എയിമിങ് പഠിക്കണമെങ്കിൽ ഒരാളും കൂടെ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം വീഡിയോ എടുക്കാൻ. എന്നെങ്കിലേ അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അന്നേരം അടുത്ത വീഡിയോയിൽ ഞാൻ ആ എയിമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ.